ആത്മകഥാ വിവാദത്തിനിടെ ഇ.പി. ജയരാജൻ പാലക്കാട്ടേക്ക് എത്തുകയാണ്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനായി ഇ.പി. വോട്ട് തേടും. വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തിലായിരിക്കും ഇ.പി. ജയരാജൻ പങ്കെടുക്കുക. പാലക്കാട് LDFന്റെ ജയം ഉറപ്പെന്ന് കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഇ.പി. ജയരാജന്റെ പ്രതികരണമുണ്ടായി. കേൾക്കാമാവും. ആരെന്ത് ശ്രമിച്ചാൽ CPM-നെ തോൽപ്പിക്കാൻ കഴിയും. CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതൊന്നും പ്രസക്തമായ ചോദ്യമല്ല. നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഞാൻ അവിടെ പറയുന്നുണ്ട് പത്രക്കാരും അല്പസമയത്തിനുള്ളിൽ ഇ.പി. ജയരാജൻ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ഇ.പി. ജയരാജൻ അല്പസമയത്തിനുള്ളിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. താരപ്രചാരകരുടെ പട്ടികയിൽ നേരത്തെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ഇതാദ്യമായിട്ടാണ് ഇ.പി. ജയരാജൻ മണ്ഡലത്തിലെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ആത്മകഥാ വിവാദങ്ങൾക്ക് പിന്നാലെ അടിയന്തരമായി പാലക്കാട് എത്താൻ അദ്ദേഹത്തിന് പാർട്ടി നിർദ്ദേശം നൽകി എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവാദം. ആത്മകഥാ വിവാദം CPM നേതൃത്വവും പരിശോധനയ്ക്ക് എടുക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ശേഷമായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യുക. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇ.പി. ജയരാജൻ പങ്കെടുക്കുന്നുണ്ട്. UDF-നായി പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയുടെയും റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് പാലക്കാട് രാഷ്ട്രീയത്തിനെ നിർണായകമാക്കുന്നുണ്ട്. ആദ്യം ഇ.പി. ജയരാജന്റെ ഇന്നത്തെ നീക്കങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത്, ഇ.പി. ജയരാജൻ വരുന്നത് ഇന്നത്തെ ഒരു ഷെഡ്യൂളിൽ നേരത്തെ ഇ.പിയുടെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ പൊടുന്നനെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നത്, പുതിയ വിവാദങ്ങൾ ഉണ്ടാവുന്നത്. അവിടേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് വന്ദേ ഭാരത് ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇ.പി. ജയരാജൻ ആ ട്രെയിനിലാണ് ഉണ്ടാവുക. അദ്ദേഹം വന്നിറങ്ങി പാലക്കാട് പാർട്ടി നൽകിയിരിക്കുന്ന വാഹനത്തിൽ അദ്ദേഹം പാലക്കാടേക്ക് തിരിക്കും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാലക്കാടേക്കുള്ള യാത്ര തിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ണൂരിൽ വെച്ച് കണ്ടതാണ്. അതിനുശേഷം ഷൊർണൂരിൽ വന്നിറങ്ങുമ്പോൾ അദ്ദേഹം കാണുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ വാർത്താ താരം എന്തായാലും ഇ.പി. ആണ്. കാരണം ഇ.പിയുടെ നീക്കങ്ങൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. CPM നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ വേഗത്തിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നത് എന്നതാണ് വിവരം. കാരണം പാലക്കാട്ട് CPM-നെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയതാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രധാന നേതാവ് തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായോ എന്ന ചർച്ചകൾ. എന്തായാലും ആത്മകഥ തള്ളിപ്പറഞ്ഞു ഇ.പി. ജയരാജൻ. പിന്നാലെ ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന നിലപാടും അദ്ദേഹം എടുത്തു. എന്തായാലും ഇ.പി. ജയരാജന്റെ ഇന്നത്തെ ദിവസത്തെ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വൈകിട്ട് നടക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുക. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളും പ്രസ്താവനകളും ഒക്കെ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇ.പി. ജയരാജൻ ഇപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുകയാണ്. ഇ.പി. ജയരാജൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. രാവിലെ കണ്ണൂരിൽ നിന്നും യാത്ര തിരിച്ച അദ്ദേഹം അദ്ദേഹത്തിന് വാ. UR പ്രദീപ് ഈ വിഷയത്തില് അത് തെരഞ്ഞെടുപ്പ് ദിവസം ഈ സാധനം വന്നതിൽ ഗൂഢാലോചന ഉണ്ട്, ഈ സംഭവം പുറത്തു വന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ആ അഭിപ്രായം ഇപ്പിക്കുള്ളൂ. തെരഞ്ഞെടുപ്പ് ദിവസം ഇത് പുറത്തു വന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് UR പ്രദീപ് പറയുന്നത്. പാലക്കാട് എത്തിയിരിക്കണം. അതിനെപ്പറ്റി സരിനെ വിളിച്ചിരുന്നോ ഇ.പി.? നിങ്ങൾ അവിടെ വരും. LDF-ന്റെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയാണ് ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സമയം കളയുന്ന നിങ്ങൾ അവിടെ വരും. ഇ.പി. ജയരാജൻ ഇപ്പോൾ തൽക്കാലം പ്രതികരിക്കുന്നില്ല. അത് അദ്ദേഹം അറിയിച്ചിരുന്നതാണ് നേരത്തെ തന്നെ. അദ്ദേഹം പാലക്കാട് വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു വാർത്താ സമ്മേളനമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ഉള്ളത്. അതിനു മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ വിശദമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഈ വിവാദ വിഷയങ്ങളിലൊക്കെ നിലപാടെടുക്കും. പ്രത്യേകിച്ച് ഈ പി സരീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇ.പി. ജയരാജൻ ഈ പൊതുപരിപാടിക്ക് മുമ്പ് തന്നെ നിലപാടെടുക്കുകയും അത്തരം നീക്കങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ബി അരുൺ ഉണ്ട് ഒപ്പം. അരുൺ, ഇ പി ജയരാജൻ പ്രതികരിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട് വിശദമായി തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണോ നിലപാട്? അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോഴെ മാധ്യമങ്ങൾ ഷൊർണൂരിലെത്തുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കില്ല, പാലക്കാട് മാധ്യമങ്ങളെ കാണാം എന്നൊരു അറിയിപ്പാണ് ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയും ഒക്കെ ഇ പി ജയരാജൻ സംസാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പാലക്കാട് മാധ്യമങ്ങളെ കാണും, അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്ന നിലപാടാണ് ഇ പി സ്വീകരിക്കുന്ന സാഹിത്യം. യെസ്, അരുണുമൊപ്പം ഇ പി ജയരാജനൊപ്പം അരുൺ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. എന്തായാലും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പാലക്കാട് സംസാരിക്കില്ല. പക്ഷേ ഇ പി ജയരാജൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ? ഈ പി സരിൻ എന്ന സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞു എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഇന്നലെ ഉണ്ടായപ്പോൾ ഇന്ന് ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്ത് എന്നത് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ പാലക്കാട്ടെ CPM-ന്റെ പ്രചാരകരുടെ പട്ടികയിൽ ഇ പി ജയരാജൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം അവിടേക്ക് എത്തിച്ചേർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരികയാണ്. പൊടുന്നനെ ഒരുപക്ഷെ ഈ ആത്മകഥാ വിവാദമുണ്ടായതിനു ശേഷം വളരെ പെട്ടെന്ന് പാർട്ടി പരിപാടികളിൽ കൂടുതൽ സജീവമാവുകയാണ് ഇ പി ജയരാജൻ എന്ന പ്രത്യേകതയുമുണ്ട്. നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഈ വിവാദം ഇന്നലെ എങ്ങനെ ഉണ്ടായി എന്ന കാര്യം CPM വിശദമായി തന്നെ പരിശോധിക്കുന്നു എന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീജിത്ത് നമുക്കൊപ്പം ഉണ്ട്. ശ്രീജിത്ത്, ഇ പി ജയരാജൻ വരികയാണ്, പാലക്കാട്ടേക്ക് കടന്നു വരികയാണ്. ഇന്ന് CPM എന്തൊക്കെ പരിപാടികളാണ് ഇ പി ജയരാജനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെ ക്യാമ്പയിൻ പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഒരു പൊതുയോഗമാണ് ഔദ്യോഗികമായി ഇതുവരെ പറഞ്ഞിട്ടുള്ളത് സജിത്ത്. അതിന് മുന്നോടിയായി ചിലപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ വെവ്വേറെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് വാർത്താ സമ്മേളനത്തിനും സാധ്യതയുണ്ട്. എന്തായാലും ഏതാണ്ട് 1 മണിക്കൂറുടെ കഴിഞ്ഞാൽ ഇ പി പാലക്കാടേക്ക് എത്തും. ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്ക് ഏതാണ്ട് അത്ര സമയം മതിയാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും CPM-ന്റെ നീക്കങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ തന്നെ പറഞ്ഞു, ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഓഫീസും വി ഡി സതീശനും ചേർന്നുകൊണ്ട് നടത്തിയൊരു നീക്കമാണ് ഇങ്ങനൊരു ടെക്സ്റ്റ് പുറത്തു വന്നത്. അത് DC ബുക്സിന്റെ ആണ് എന്ന് പോലും സരിൻ പറയുന്നില്ല. അവർക്കിതിൽ പങ്കുണ്ട് എന്നും കരുതുന്നില്ല. ഇതാണ് അവരുടെ ടെക്സ്റ്റ്, അതായത് പുറത്തു വന്ന ഈ PDF ആണ് അവരുടെ അന്തിമമായ ഡ്രാഫ്റ്റ് എന്ന് DC ബുക്സ് പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് സരിൻ ചോദിക്കുന്നത്. ഏതാണ്ട് 10:00-ഓടുകൂടി ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുന്നുണ്ട്. CPM ഇതിൽ പ്രതിരോധം തുടങ്ങിക്കഴിഞ്ഞു. EPയെ കൊണ്ടുവരിക, അതിനും അപ്പുറത്തേക്ക് പാർട്ടി തലത്തിൽ തന്നെ പ്രതിരോധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വിവാദത്തെ നേരിട്ട് പിടിക്കാൻ രാവിലെ സംസാരിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും തയ്യാറായില്ല. വിവാദങ്ങൾക്ക് പിന്നാലെയാണ് മറ്റു മുന്നണികൾ തങ്ങൾക്കതൊന്നുമല്ല തങ്ങളുടെ അജണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ ചെയ്തത്. വി ഡി സതീശനെതിരെ ആരോപണം വരുമ്പോൾ വി ഡി സതീശന്റെ നിലപാട് എന്ത് എന്നുള്ളതും ഇന്ന് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചൂടേറിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നു. CPM നേരിട്ട് EPയെ തൊട്ടടുത്ത ദിവസം, ഈ വിവാദമുണ്ടായി തൊട്ടടുത്ത ദിവസം അതേ സരിന് വേണ്ടി തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മറുപടി പറയിക്കാൻ ഒരുങ്ങുകയാണ് CPM എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഗൂഢാലോചനയാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നു എന്ന് വരുത്താൻ ഉള്ള വലിയ ശ്രമം തന്നെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. തൊട്ടിപ്പുറത്ത് EP പറഞ്ഞത് കേവലം ഇപ്പോൾ പറഞ്ഞൊരു കാര്യമല്ല. EP-യുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും പാർട്ടി നേതാക്കൾക്കിടയിലും ഒക്കെ ഉള്ളതാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായുള്ള സ്വാരസ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് കേരളം. അതുകൊണ്ട് തന്നെ അതിനായിരിക്കും ജനം പ്രാമുഖ്യം നൽകുക എന്ന് കോൺഗ്രസും ഒപ്പം തന്നെ BJP-യും ഇന്നലെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ വിവാദം കത്തി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. EP-യുടെ വരവും EP-യുടെ ഓരോ വാക്കുകളും ഇന്നത്തെ പാലക്കാടൻ രാഷ്ട്രീയത്തിൽ 2-3 ദിവസത്തേക്കുള്ള രാഷ്ട്രീയത്തിലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായി മാറും സജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇ പി ജയരാജന്റെ കടന്നുവരവ് അത് പൊടുന്നനെ ഉണ്ടായതാണ്. കാരണം അദ്ദേഹം ഇന്ന് പ്രചരണ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഈ വിവാദങ്ങൾക്ക് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് CPM ആ തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, UDF അല്ലെങ്കിൽ BJP ഈ EP വിവാദം എത്ര കണ്ട് സംസ്ഥാന ഈ വി ഡി സതീശന്റെ നീക്കം നമ്മൾ ഇന്നലെ കണ്ടതാണ്. കാരണം വി ഡി സതീശൻ ഇത് ബുക്ക് പിൻവലിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നതാണ് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട്. ഈ പ്രതിപക്ഷം പ്രത്യേകിച്ച് UDF ഈ EP വിവാദത്തെ ഏതൊക്കെ തരത്തിലാണ് ഏറ്റെടുക്കുന്നത്? ഈ നേതാക്കളുടെ പ്രസ്താവനയ്ക്കൊപ്പം പ്രചരണ രംഗത്തേക്ക്, ക്യാമ്പയിൻ രംഗത്തേക്ക് ഈ വിഷയം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ?
തീർച്ചയായും ക്യാമ്പയിൻ രംഗം പൊതുവേദികളിലൊക്കെ തന്നെയും ഇത് പറയുന്നുണ്ട്. UDF ഇന്നലെ പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായ വാർത്താ സമ്മേളനം നടത്തി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതിനുമപ്പുറത്തേക്ക് പൊതുയോഗങ്ങളിലും പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കത്തിൽ മുതൽ തന്നെ ഈ കോൺഗ്രസിലെ വിവാദമുണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ലൈൻ അതായിരുന്നു. അതായത് വിവാദങ്ങൾക്കല്ല പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയായിരുന്നു അത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം രാഹുൽ ചെയ്തത്. ഇവിടെയും അത് തന്നെ സ്വീകരിക്കുന്നു. അതേസമയം തന്നെ പാർട്ടി അതിന്റെ പ്രചരണം EP-യുടെ വിഷയത്തിലുണ്ടായ കാര്യത്തിൽ പ്രചരണം നടത്തുന്നു എന്നതാണ് ഇന്നലെ കണ്ടത്. BJP അത് തന്നെയാണ് ചെയ്യുന്നത്. EP സത്യസന്ധനായ ആളാണ്, തുറന്നു പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് EP-ക്ക് സംരക്ഷണം നൽകുമെന്ന് K. സുരേന്ദ്രൻ അടക്കം പറയുന്നതും കണ്ടതാണ്. അങ്ങനെ BJP-യും കോൺഗ്രസും ഇത് ആയുധമാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയുധമാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതുവരെ പ്രചരണത്തിലെത്താതിരുന്ന EPI ഇതേ ദിവസം തന്നെ ഒരു ദിവസം പോലും മാറ്റിവെക്കാതെ, ഒരു മണിക്കൂർ പോലും മാറ്റിവെക്കാതെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ പാലക്കാട്ടേക്ക് എത്തിക്കുകയും വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകുന്നേരം തെരഞ്ഞെടുപ്പ് പൊതുയോഗവും ഉണ്ട്. അതിലും EPI വിശദമായ കാര്യങ്ങൾ തന്നെ പറയും. ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനെ സംശയങ്ങൾക്കോ ആശങ്കയ്ക്കോ പ്രവർത്തകർക്കിടയിൽ അഭ്യൂഹങ്ങളോ ഒന്നും ഉണ്ടാക്കാനുള്ള ദിവസമല്ല. 3-4 വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഇനിയും പരസ്യ പ്രചാരണം അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ വിവാദം ഇവിടെ അവസാനിക്കണമെന്ന് CPM കരുതുന്നു. പക്ഷേ വിവാദം അവസാനിപ്പിക്കാനോ ഈ ചർച്ചകൾ അവസാനിപ്പിക്കാനോ കോൺഗ്രസും BJP-യും തയ്യാറാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ EP ജയരാജൻ വിവാദം വീണ് കിട്ടിയ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക്, അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു ആയുധമാണ്. അതുകൊണ്ട് അത് പരമാവധി ചർച്ചയാക്കുക എന്നതാണ്. ഇന്നലെ ഈ വോട്ടെടുപ്പ് ദിവസം വന്നെങ്കിൽ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ പാലക്കാടിൽ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധമാണ്. അതുകൊണ്ട് പ്രതിപക്ഷം ആ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവും. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെയും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെയും റോഡ് ഷോ ഉണ്ട്. സ്വാഭാവികമായും അവരൊക്കെ ഈ വിഷയം ഉയർത്തിക്കാട്ടും. ശ്രീജിത്ത്, ഇന്ന് പ്രതിപക്ഷ BJP UDF BJP ക്യാമ്പുകളുടെ ഇന്നത്തെ പ്രചരണ പരിപാടി എങ്ങനെയാണ്? PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഒക്കെ അണിനിരക്കുന്ന റോഡ് ഷോ, മറുപടിയായിട്ട് BJP-യുടെ പരിപാടികൾ എങ്ങനെയാണ് ഇന്നത്തെ ക്യാമ്പയിൻ ദിവസം? BJP-യുടെ സംസ്ഥാനത്തെ നേതാക്കളെല്ലാം തന്നെ പാലക്കാടേക്ക് എത്തിയിട്ടുണ്ട്. കുമ്മനം എത്തിയിട്ടുണ്ട്, AN രാധാകൃഷ്ണൻ എത്തിയിട്ടുണ്ട്. അത്തരം നേതാക്കളെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് തന്നെ നാളെ പാലക്കാട് എത്തി നാളെ മുതൽ ഇവിടെ പ്രചരണം നടത്തുന്നു. അങ്ങനെ ഇനി മുതൽ മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് BJP-യുടെ രീതി. ഒരുപക്ഷെ കേന്ദ്ര നേതാക്കൾ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകും. പലതരത്തിലുള്ള വലിയ വലിയ പരിപാടികൾ, അതായത് ഈ അടിത്തട്ടിലെ പ്രവർത്തനം വളരെ നന്നായി പൂർത്തിയാക്കി 5-6 റൌണ്ട് വീടുകളിൽ കയറി ഇറങ്ങി. ഇനിയുള്ളത് വലിയ പ്രചരണങ്ങൾ, പുറത്തുള്ള വലിയ വലിയ റോഡ് ഷോകളൊക്കെ നടത്താനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. അതിന്റെ തുടക്കം ഇപ്പുറത്ത് കോൺഗ്രസും പല ഘട്ടത്തിലുള്ള പലതരം പ്രചരണം, ബുള്ളറ്റ് റാലി അടക്കം പലതും നടത്തിക്കഴിഞ്ഞു. ഇന്ന് പ്രതിപക്ഷ നേതാവും PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവ്, അദ്ദേഹം കൂടെ ചേർന്നുള്ള റോഡ് ഷോ ആകും വൈകിട്ടത്തെ പ്രധാന ആകർഷണം. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, EP ജയരാജൻ വിവാദം CPM സംസ്ഥാന നേതൃത്വം വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കും എന്നതുമാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് CPM-മായി ഇടഞ്ഞു നിന്നിരുന്ന EP ജയരാജൻ ഈ വിവാദത്തിന് ശേഷം പെട്ടെന്ന് അങ്ങ് നേതൃത്വവുമായി ഒന്നിച്ചു ചേർന്ന് പോകാൻ തീരുമാനിച്ച ഒരു പ്രതീതി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത്? തീർച്ചയായും അങ്ങനെ ഒരു EP പെട്ടെന്ന് വിധേയപ്പെട്ടു. അതായത് പാർട്ടിയുടെ പല തീരുമാനം, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുൾപ്പെടെയുള്ള തീരുമാനത്തിൽ അതൃപ്തി EP-ക്കുണ്ടായിരുന്നു. അത് പല ഘട്ടത്തിൽ പറയാതെ പറയുകയും അതിന്റെ സൂചനകളൊക്കെ പുറത്തുവരികയും ചെയ്തതാണ്. ഇതിനിടെ പല പരിപാടികളിൽ, ഇന്നലെ കാസർഗോഡ് അടക്കം വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് EP വീണ്ടും CPM രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ EP പോലൊരാൾ എന്തുകൊണ്ട് പാലക്കാട് പ്രചരണത്തിന് എത്തുന്നില്ല? ഈ ചോദ്യം തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നതെന്നാണ്. ഇപ്പുറത്ത് K. മുരളീധരൻ വരാത്തപ്പോഴും ശോഭാ സുരേന്ദ്രൻ ആദ്യ ദിവസങ്ങളിൽ വരാതിരുന്നപ്പോഴും ഒക്കെ ആ ക്യാമ്പിലും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ EP-യുടെ വരവ് ഇത്ര വൈകി, വളരെ പെട്ടെന്ന് ഒരു ദിവസം ഒരു തീരുമാനം എടുത്തുകൊണ്ട് EP വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായും EP ഈ വിവാദം, ഇന്നലെ ഉണ്ടായ വിവാദത്തിന്റെ ഒരു ഗുരുതര സാഹചര്യം EP കൂടി മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് നിൽക്കുന്ന സമയത്ത് അത് എത്രത്തോളം ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളോ കൂടുതൽ
വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും, അത്തരം വാർത്തകൾ പുറത്തേക്ക് വരും എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ LDFന്റെ ഒരു മറ്റൊരു സിദ്ധാന്തമാണ് അവർ പറയുന്നത്. അത് ഗൂഢാലോചന സിദ്ധാന്തമാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചന സിദ്ധാന്തമാണ്. അതിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും പങ്കുണ്ട് എന്നും ഇടത് സ്ഥാനാർത്ഥി തന്നെ ആരോപിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടാണ് ഈ പുസ്തകം ഇന്നലെ പുറത്തു വരാതിരുന്നതെന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ EP എന്ന വിഷയത്തിലേക്ക് പാലക്കാടൻ രാഷ്ട്രീയം ഏറ്റവും അവസാന ദിവസങ്ങളിൽ ചുരുങ്ങുന്നു. ഇനിയും പുതിയ വിഷയങ്ങൾ വന്നേക്കാം. കൽപ്പാത്തി തേരിനൊക്കെ ശേഷം പല പല സംഭവവികാസങ്ങളും ഉണ്ടാകുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പല ക്യാമ്പുകളിലും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EP ആണ് ഇന്നത്തെ വിഷയം എന്ന് മാത്രം തൽക്കാലം നമുക്ക് പറയാം. സജിത്ത്, അതാണ് സാഹചര്യം. അരുണുണ്ട്, VV അരുൺ നമുക്കിപ്പോൾ ഉണ്ട്. അരുൺ, EP ജയരാജൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനി അദ്ദേഹം പാലക്കാട് എത്തി വിശദമായി മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? ഒപ്പം പാർട്ടി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച, നീക്കങ്ങൾ, അതൊക്കെ ഇന്ന് എങ്ങനെയാണ് സംഭവിക്കുക? EP ജയരാജൻ പാലക്കാട് എത്തിയ ശേഷം മാധ്യമങ്ങളെ കാണാം, വാർത്താ സമ്മേളനം നടത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. CPM ജില്ലാ നേതൃത്വവുമായി കൂടി ആലോചിച്ചാകും വാർത്താ സമ്മേളനത്തിന്റെ സ്ഥലവും സമയവും ഒക്കെ തീരുമാനിക്കുക. നേരത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും അങ്ങനെയാണ് ജില്ലാ നേതൃത്വം തീരുമാനിക്കട്ടെ എവിടെ കാണണമെന്നുള്ള കാര്യമൊക്കെ. ഏതായാലും EP ജയരാജൻ ഇന്ന് വരുന്നു. അതായത് സരിന്റെ സ്ഥാനാർത്ഥി ചോദ്യം ചെയ്തുള്ള പുസ്തകത്തിലെ ആത്മകഥയിലെ വിവാദ പരാമർശമുണ്ട്. അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു പരാമർശം EP-യുടെ എന്ന പേരിൽ പുറത്തുവരാനിരിക്കുന്ന ഈ പുസ്തകത്തിലുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി EP ജയരാജന്റെ ഇന്നത്തെ പാലക്കാട് സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഇടതുമുന്നണിയുടെ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ താരപ്രചാരകരുടെ പട്ടികയിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ താരപ്രചാരകരുടെ പട്ടികയിൽ 3ാമതോ 4ാമതോ പേരുള്ള ആളാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ദിവസം പ്രചരണം നടന്നിട്ടും 28 ദിവസത്തോളം പ്രചരണം നടന്നിട്ടും അദ്ദേഹം ഇവിടേക്ക് വന്നിരുന്നില്ല. ഇന്ന് അദ്ദേഹം വരാനുള്ള കാരണവും നേരത്തെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിൽ പാലക്കാട് ഉണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹം ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് എത്തേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് ആ യാത്ര മാറ്റി പാലക്കാട്ടേക്ക് വരുന്നത് ഇന്നലെ ഉണ്ടായ ഈ വിവാദ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. CPM നേതൃത്വം നിർദ്ദേശിച്ച പ്രകാരമാണ് EP ജയരാജൻ പാലക്കാട്ടേക്ക് എത്തുന്നത്. സരിന്റെ സ്ഥാനാർത്ഥി ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ചോദ്യം ചെയ്യുന്നത് അത്ര ചെറുതല്ലാത്ത പ്രതിസന്ധി CPM ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. സരിനൊക്കെ അതിനെ ആ രീതിയിലല്ല. EP മുതിർന്ന നേതാവാണ്, അദ്ദേഹം നിഷ്കളങ്കനാണെന്നൊക്കെ പറഞ്ഞങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോഴും പ്രചരണ രംഗത്ത് അത് UDF വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇന്നലെ രാവിലെയാണ് EP-യുടെ പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങൾ പുറത്തു വന്നത്. അതിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ അത് കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എന്ന് CPM കരുതുന്നു. പക്ഷെ പാലക്കാട് ഇനി ഒരാഴ്ചയോളം പ്രചരണം ബാക്കിയുണ്ട്. അവിടെ കോൺഗ്രസും BJP-യും വലിയ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. പ്രത്യേകിച്ചും സരിൻ കാലുമാറ്റക്കാരനാണെന്ന ആരോപണമാണ് ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നിലപാട് മാറ്റിപ്പറഞ്ഞയാളെ എങ്ങനെ പാലക്കാട് ജനം വിശ്വസിക്കുമെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ആ ചോദ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ വിമർശനമാണ് EP-യുടെ എന്ന പേരിൽ പുറത്തു വന്ന പുസ്തകത്തിലുമുള്ളത്. അതുകൊണ്ട് തന്നെ EP ജയരാജൻ ഇവിടെ വന്ന് സരിനെ ചേർത്ത് പിടിക്കുക, സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറയുക എന്നത് CPM-നെ സംബന്ധിച്ചുള്ള അനിവാര്യതയാണ്. അതുകൊണ്ടുകൂടിയാണ് EP ജയരാജൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്ര മാറ്റിവെച്ച് ഇവിടേക്ക് വരുന്നത്. ഇന്ന് വൈകുന്നേരം വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടും അദ്ദേഹം പങ്കെടുക്കും. ഏതായാലും EP ഇന്ന് ഒരു പൊതുപരിപാടിയുടെ പങ്കെടുക്കുന്നുണ്ട്, മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എനിക്ക് ഒരു എതിർപ്പുമില്ല എന്ന നിലപാട് പ്രഖ്യാപനമാകും പ്രധാനമായും ഇതിലൂടെ EP ജയരാജൻ ഉദ്ദേശിക്കുന്നത്. CPM-ഉം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. സരിന്റെ സ്ഥാനാർത്ഥി ചോദ്യം ചെയ്തു എന്ന ആരോപണം നേരിടുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ സരിനെ മികച്ച സ്ഥാനാർത്ഥി എന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുക, അത് പാർട്ടി അണികൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക് അതിലുള്ള ആശയക്കുഴപ്പം നീക്കുക. അതാണ് EP-യുടെ ഇന്നത്തെ പാലക്കാട് സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം. ഇത്രയും ദിവസം നീണ്ടുപോയിട്ട് നമുക്കറിയാം, എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ കുറെ നാളുകളായി, ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടിലേറെ ആയെങ്കിലും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളെയും പ്രധാനപ്പെട്ട തന്ത്രം മെനയുന്ന ഒരു ആൾ കൂടിയാണ് EP ജയരാജൻ. അവിടെ CPM-ന്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാനും അതുപോലെ തന്നെ സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുമൊക്കെ കോടിയേരി ബാലകൃഷ്ണനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായെങ്കിലും EP ജയരാജൻ അത്തരമൊരു നേതാവാണ്. അസാന്നിധ്യമാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. പാർട്ടിയുമായി പിണങ്ങി നിന്നതുകൊണ്ടാണ് അദ്ദേഹം അത്തരമൊരു നിലപാടിലേക്ക് പോയതെന്നും വ്യക്തമാണ്. ഏതായാലും EP ജയരാജൻ ഇന്ന് പാലക്കാട്ട് എത്തിയിരിക്കുന്നു. ഒരു ദിവസമെങ്കിലും അദ്ദേഹം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ പങ്കെടുക്കും. അത് CPM നേതൃത്വ തീരുമാനപ്രകാരമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും CPM ചർച്ച ചെയ്യും. EP ജയരാജന്റെ വിട്ടുനിൽക്കൽ, ഈ പുസ്തകത്തിലെ വിവാദ പരാമർശങ്ങൾ, അതിലുള്ള പാർട്ടിക്കുള്ള അതൃപ്തി, ആ പുസ്തകത്തിലെ പരാമർശങ്ങൾ അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പ്രധാന ഭാഗങ്ങൾ, ഉപതെരഞ്ഞെടുപ്പ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് പുറത്തു വന്നത്, ഇതൊക്കെ CPM ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്. EP ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നേതൃത്വം ആ രീതിയിൽ
അംഗീകരിക്കുന്നില്ല, അദ്ദേഹത്തെ മുഖവിലേക്ക് എടുക്കുകയാണ് ഇപ്പോൾ എന്നാണ് CPM നേതൃത്വം ഇന്നലെ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ അദ്ദേഹത്തെ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പിന്നീട് ചർച്ചയുണ്ടാകുമെന്നും ഉറപ്പാണ്. അതിന് കാരണം EP ജയരാജന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച സമയത്തുമൊക്കെ CPM അങ്ങനെ ഒരു സമീപനമാണ് എടുത്തത്. ഒറ്റയടിക്ക് EPക്കെതിരെ വിശദീകരണം ചോദിക്കുകയോ അദ്ദേഹത്തിന് നടപടി എടുക്കുകയോ ചെയ്യുകയായിരുന്നില്ല CPM ചെയ്തത്. അവിടെ കുറച്ചുകൂടി ഒരു സമയമെടുത്തുള്ള ഒരു നടപടിയിലേക്കാണ് CPM പോയത്. ഇതിലും ഈ വിഷയത്തിലും അങ്ങനെ ഒരു സമീപനമാകാം ഈ CPM നേതൃത്വം സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് EPക്കെതിരെ ഒരു വിശദീകരണം ചോദിക്കാനോ അല്ലെങ്കിൽ നടപടിയിലേക്ക് ഒന്നും പോകാൻ CPM തയ്യാറാകില്ല. പക്ഷേ സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി യോഗങ്ങൾ ചേരുമ്പോൾ അത് ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അവിടെ ചർച്ചയാകും. EP ജയരാജനെതിരെ ഈ വിവാദ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചേക്കും. ഒരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ള, സംസ്ഥാന സെക്രട്ടറി EP ജയരാജൻ പങ്കെടുക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റാൻ തീരുമാനമെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തിട്ടില്ല. അതിനുശേഷം ഇപ്പോഴാണ് നാളെയാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഇപ്പോഴത്തെ പരിപാടികൾ ഷെഡ്യൂളുകൾ കാര്യമായ മാറ്റം വന്നില്ലെങ്കിൽ നാളെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും EP തിരുവനന്തപുരത്ത് നിന്ന് വിടപ്പശാല നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലൊഴികെ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തില്ല. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി അദ്ദേഹം മാസങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ ഒരു 1.5 വർഷത്തിന് ശേഷം പങ്കെടുത്തത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഒരു വാദം പുറത്തു വരുന്നത് EP ജയരാജൻ നേരത്തെ ഇതിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് സ്വാഭാവിക അമർഷമുണ്ടായിരുന്നു. അത് മാറി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായൊക്കെ അദ്ദേഹം ഒരു അനുരഞ്ജന ചർച്ച കോഴിക്കോട്ട് നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിലപാട് മാറിയാണ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത്. സംസ്ഥാന സെക്രട്ടറി യോഗങ്ങൾ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. പാർട്ടിയുടെ പരിപാടികളിൽ ഏരിയ സമ്മേളനം നടക്കുന്നതിന്റെ ഉദുമ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പരിപാടികളടക്കം പങ്കെടുക്കാൻ നിശ്ചയിച്ചതൊക്കെ ഈ ചർച്ചകൾക്ക് ശേഷമാണ്. അതിനു മുമ്പ് തയ്യാറാക്കിയ പുസ്തകമാണിത് എന്നത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ പുസ്തകം ഇപ്പോൾ പുറത്തു വരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതിന്റെ വിവാദ ഭാഗങ്ങളൊന്നും പുറത്തു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതിനിടെ സംഭവിച്ച എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, ആശയവിനിമയത്തിൽ അപാകതയായി കൂടി കാണുന്നവർ ഈ വിഷയത്തിലുണ്ട്. ഏതായാലും അദ്ദേഹം ഈ വിവാദ ഭാഗങ്ങളൊക്കെ തള്ളിപ്പറയുകയാണ്. താൻ പറഞ്ഞോ ഉള്ള കാര്യമല്ല, അറിഞ്ഞതുമായ കാര്യങ്ങളല്ല ആ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥി സരിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള വിഷയങ്ങളിൽ ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും EP ജയരാജൻ ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ് 3 മുന്നണികൾക്കും. അവിടെ ചർച്ചയായ മറ്റു കാര്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. നിൽക്കുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്ത നേതാക്കളുടെ ഒരു പരമ്പര തന്നെ ഈ നമുക്കിവിടെ ചൂണ്ടിക്കാട്ടാം. അത് ശോഭാ സുരേന്ദ്രൻ BJPയുടെ നേതാവ്, K മുരളീധരൻ കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ EP ജയരാജൻ അദ്ദേഹവും ഇങ്ങനെ മാറുന്ന ശേഷം പാലക്കാട്ട് പ്രചരണത്തിലെത്തുകയാണ്. പാലക്കാട്ട് പ്രചരണ ചൂട് എത്രത്തോളം ഉണ്ട്, എന്തെല്ലാം വിഷയങ്ങൾ മാറി മാറി വന്നു പോകുന്നതിന്റെ ഉദാഹരണമായി ഇതിനെ ചൂണ്ടിക്കാട്ടണം. ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് നേതാവിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം വിട്ടുനിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം കൺവെൻഷൻ വന്ന് മടങ്ങിപ്പോയി വീണ്ടും അദ്ദേഹം ഇവിടേക്ക് വരാൻ KP നിർദ്ദേശിച്ചിരിക്കുന്ന വാർത്തകൾ നമുക്ക് ഇതിനകം വന്നിട്ടുണ്ട്. അങ്ങനെ ഈ നേതാക്കളുടെ വിട്ടുനിൽക്കലും പിന്നീട് പ്രചരണ രംഗത്തേക്കുള്ള മടങ്ങി വരവും കൂടി തെരഞ്ഞെടുപ്പിനെ വളരെയധികം ശ്രദ്ധേയമാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ EP ജയരാജൻ പാലക്കാടിലേക്ക് പോവുകയാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിലാകും അദ്ദേഹം ആദ്യം പോവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും. അതിനു മുമ്പ് ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനവും 11 മണിയോടുകൂടി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വാർത്താ സമ്മേളനത്തിലേക്ക് EP മാധ്യമങ്ങളെ കാണാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇന്ന് അദ്ദേഹം ഇവിടെ പ്രചരണ രംഗത്ത് ഉണ്ടാകും. വൈകിട്ടോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകും. ഏതായാലും EP ജയരാജനും ഇടതുമുന്നണി താരപ്രചാരകരിൽ ഒരാളായ EP ജയരാജൻ അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ കൽപ്പാത്തി രഥോത്സവ പ്രമാണി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചില്ലായിരുന്നെങ്കിൽ EP ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതോടുകൂടി EP ജയരാജനും പ്രചരണ രംഗത്തേക്ക് വരികയാണ്. അതിന് കാരണമായത് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയപ്പെടുന്ന ആ പുസ്തകത്തിലെ സരിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിനെ എതിരെയുള്ള പരാമർശങ്ങളാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും EP ജയരാജൻ CPM നേതൃത്വവുമായി പെട്ടെന്നങ്ങ് അനുനയപ്പെടാൻ ഈ ആത്മകഥാ വിവാദം ഇടവെച്ചു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഏറെ നാളുകൾക്ക് ശേഷം EP ജയരാജൻ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം പാലക്കാട് ഉണ്ടാകും. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.